മറ്റൊരു വാർത്ത വരുന്നു. തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കണമെന്ന് കോടതി. കേസെടുക്കാൻ പോലീസിന് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകി. അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലായിരുന്നു PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗം. രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ സുരേഷ്, തൊടുപുഴയിലെ പ്രസംഗത്തിൽ PC ജോർജ് പെട്ടു അല്ലേ? സുജയ പാർവതി, ഈ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട വിദ്വേഷ പ്രസംഗത്തിലാണ് ഇപ്പോൾ PC ജോർജിനെതിരെ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സുജയ സൂചിപ്പിച്ച പോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ അനുസ്മരണ പരിപാടിയിലായിരുന്നു PC ജോർജിന്റെ ഈ വിദ്വേഷ പ്രസംഗം. അതായത് മുസ്ലിം മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും അത്തരത്തിലുള്ളൊരു പരാമർശമാണ് നടത്തിയത്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ST അനീഷ് കാട്ടാക്കട ഫയൽ ചെയ്ത സ്വകാര്യ അന്യായത്തിലാണ് തൊടുപുഴ കോടതിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കേസ് കോടതി പരിഗണിച്ചപ്പോൾ ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തൊടുപുഴ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതി ഇത് സംബന്ധിച്ച് കേസെടുക്കാൻ തീരുമാനമായിരിക്കുന്നത്. നേരത്തെ ഈ പ്രസംഗത്തിന്റെ സമയത്ത് തന്നെ PC ജോർജ് പറഞ്ഞിരുന്നു, ഞാൻ ഈ പ്രസംഗം നടത്തിയാൽ കൂടി പിണറായിയുടെ പോലീസ് വേണമെങ്കിൽ തനിക്കെതിരെ കേസെടുത്തോട്ടെ, പക്ഷേ താൻ പറയാനുള്ള കാര്യം മുഖത്തു നോക്കി തന്നെ പറയുമെന്ന് PC ജോർജ് പറഞ്ഞിരുന്നു. അന്ന് പ്രസംഗം നടത്തിയപ്പോൾ തന്നെ PC ജോർജിന് അറിയായിരുന്നു താൻ പറയുന്ന കാര്യം ഒരു കേസെടുക്കാൻ സാധ്യതയുള്ള കാര്യമാണെന്ന്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും PC ജോർജിനെതിരെ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. താങ്ക് യു രാഹുൽ സുരേഷ്.